ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ പോലെ തന്നെയുള്ള ഒരു ഇതാണ് സ്മോൾ കേസ് എന്ന് പറയുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? അതിനു മുൻപ് എന്താണ് സ്മോൾ കേസ് എന്നുള്ളത് പറയാം. അതായത് നിങ്ങൾ സ്മോൾ കേസ് എന്ന് പറയുന്നത് 2016 തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പൊ അതിൽ നമുക്ക് പ്രീ ബണ്ടിൽഡ് ആയിട്ടുള്ള സ്റ്റോക്സ് കിട്ടും. അതായത് ഒരു ഐഡിയ, ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബണ്ടിൽ ഓഫ് സ്റ്റോക്സ് നമുക്ക് ഒരു ബണ്ടിലായിട്ട് കിട്ടും. ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആ ഐഡിയയിലുള്ള സ്റ്റോക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിന്റെ മെയിൻ എന്ന് വെച്ചാൽ ഇതൊരു എക്സ്പേർട്സ് ആണ് ഇത് ഡിസൈൻ ചെയ്യുന്നതും ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും. ഒപ്പം തന്നെ നമുക്ക് ടൈമിങ്ങിൽ ഇവരുടെ ഒരു സജഷൻസ് ഉണ്ടാവും. അതായത് എപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം, ഇതിലുള്ള ഷെയർസ് ഇതൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇതിന്റെ ചോയ്സും കൺട്രോളും, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതും എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് 100% നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇതിന് കൺട്രോൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്ട്ലി ഷെയർസിൽ തന്നെ SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്മോൾ കേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് സ്മോൾ കേസ് എന്താ